അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് 2025 മാർച്ച് 6-ാം തീയതി നടന്ന +1 അറബി പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പായി അവിടെ കൊടുത്ത നിർദ്ദേശം നോക്കൂ. ആൻസർ എനി 10 questions from 1 to 12 ഈച്ച് ക്യാരീസ് 1 score എന്നാണ്. അതായത് 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 10 എണ്ണത്തിന് ആൻസർ ചെയ്യുവാനാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം. വഖിഫ് ബൈനൽ ഹാലത്തേനി, അവിടെ കൊടുത്തിട്ടുള്ളതായ ആ 2 ബോക്സുകളെയും പരസ്പരം യോജിപ്പിച്ച് കൊടുക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതായത് ചേരുംപടി ചേർത്ത് കൊടുക്കുവാനാണ്. അവിടെ കൊടുത്തിട്ടുള്ള ഒന്നാമത് നോക്കൂ, ഹന ലഹാം എന്നാണ്. രണ്ടാമത്തേത് ഇലിയ അബു മാലി, ഇബ്രാഹിം നാജി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹാഫിൽ ഇബ്രാഹിം. രണ്ടാമത്തെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഷാഇറത്തുൻ നീൽ എന്നാണ്. ദുർറാത്തുൻ സെമീന, കാത്തിബത്തുൻ സൂരിയ, ഷാഇറുൽ മെഹജർ, ഫിദാ ഉലിൽ വച്ചൻ. അപ്പോൾ അവിടെ നമുക്ക് ഹന ലഹാം എന്നുള്ളത് ആരാണ്? ഹന ലഹാം എന്ന് പറയുന്നത് കാത്തിബത്തുൻ സൂരിയത്തുൻ എന്നാണ് ആൻസറായിട്ട് വരുന്നത്. സിറിയൻ എഴുത്തുകാരിയാണ് ഹന ലഹാം. ഇലിയ അബു മാദി, ആരായിരുന്നു ഇലിയ അബു മാദി? ഷാഇറുൽ മെഹിജർ ആണ് അല്ലേ. മെഹിജർ കാലഘട്ടത്തിലെ കവിയാണ് ഇലിയ അബു മാദി എന്ന് പറയുന്നത്. ഇബ്രാഹിം നാജി, അതിനോട് യോജിച്ച് വരുന്നത് ഏതാണ്? ഇബ്രാഹിം നാജി ഫിദാ ഉലിൽ വച്ചൻ അല്ലെ. ഫിദാ ഉലിൽ വച്ചൻ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ള കവിയാണ് ഇബ്രാഹിം നാജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഏതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ച് വരുന്നത്? ദുർറാത്തുൻ സെമീന, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ യോജിച്ച് വരുന്നത്. ഹാഫിൽ ഇബ്രാഹിം, അദ്ദേഹം ആരായിരുന്നു? ഷാഇറുൻ നീൽ എന്നാണ് അല്ലേ. അവിടെ ഷാഇറത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് മിസ്റ്റേക്ക് ആയിരിക്കും. ഷാഇറുൻ നീൽ അല്ലെ, നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് ഹാഫിൽ ഇബ്രാഹിം എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളത് ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. അക്മിലുൽ ജുംല ബികലിമത്തിൻ മുനാസിബത്തിൻ മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു സെൻറ്റൻസിനെ പൂർത്തിയാക്കുവാനാണ്. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. നോക്കൂ. അന്ന സബബിനൽ മാ ഡാഷ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരായത്താണത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2ാമത്തെ പാഠത്തിലായിക്കൊണ്ടല്ലേ. അന്ന സബബിനൽ മാ സൊബ്ബ എന്നാണ് വരുന്നത്. അപ്പോൾ അതിലെ ഓപ്ഷൻസുകൾ ഹുബ്ബ, അതുപോലെ ഷിഅറ, അതുപോലെ സൊബ്ബ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? സൊബ്ബ എന്നുള്ളതാണ് കേട്ടോ. ലഖിയ മനോജ് ബി ജാബിരിൻ ഡേഷ് അൽ മദ്രസത എന്നാണല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. അൻ എന്നുണ്ട്, മിൻ, അതുപോലെ തന്നെ ഫി, അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. മനോജ് ജാബിറിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടായിരുന്നു? ഫിൽ മദ്രസത്തി എന്നാണ് ഉത്തരം വരിക കേട്ടോ. അപ്പോൾ അവിടെ ഫി ആണ് നിങ്ങൾ ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത്. 8ാമത്തെ ചോദ്യം നോക്കൂ. അൽ ഒലൂമു മഅന ഓ, ഒലൂം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദ്യം. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? സയൻസ് എന്നുള്ളതാണ് അൽ ഒലൂം എന്നതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഔസോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു അല്ലെ, വസിയത്ത് ചെയ്തു. ആരോടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതിൽ ആരെയാണ് ഉപദേശിച്ചത് എന്നാണ്. അലി ഉണ്ട്, അതുപോലെ ഉസാമത്ത് ബിൻ സെയ്ദ് ഇബ്നു സീന, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഉസാമത്ത് ബിൻ സെയ്ദിന് കൊടുക്കുന്ന അല്ലെ, അദ്ദേഹത്തിനും ആ ഒരു സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ദുർറാത്തു സെമീന എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉസാമത്ത് ബിൻ സെയ്ദ് എന്നുള്ളതാണ് കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യം. ഔഹനുൽ ബുയൂത്ത് മഷ്ഹൂറത്തുൻ, ഔഹനുൽ ബുയൂത്ത് എന്ന് പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള എന്താണ് എന്നാണ്. അതായത് മല്ലൂമത്തുൻ, മല്ലൂമത്ത് എന്ന് പറഞ്ഞാൽ കവിതയാണ് എന്നാണ്. മക്കാലത്തുൻ ഒരു ലേഖനമാണ് എന്നാണ്. ഖിസ്സത്തുൻ ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ് എന്നാണ്. ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഔഹനുൽ ബുയൂത്ത് എന്ന് പറയുന്നത് മഷ്ഹൂറത്തുൻ ഏതാണ്? ഖിസ്സത്താണ് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം. ഖറഅ മുഹമ്മദ്, മുഹമ്മദ് വായിച്ചു, എന്താണ് വായിച്ചത് എന്നാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. കിതാബിൻ, അതുപോലെ കിതാബുൻ, കിതാബൻ, ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കിതാബൻ എന്നുള്ളതാണ്. ഖറഅ മുഹമ്മദുൻ കിതാബൻ. കാരണം ഖറഅ എന്ന് പറയുന്നത് ഫിഅലാണ്, മുഹമ്മദ് എന്ന് പറയുന്നത് ഫായിലാണ്. ഇനി അവിടെ വരേണ്ടത് മഫ്ഊലുൻ ബിഹിയാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും അവസാനത്തിൽ നെസ്ബ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ കിതാബൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 12ാമത്തെ ചോദ്യം നോക്കൂ. ഷാ
ഷാഹദ് മുഹമ്മദ് ഫൗസാൻ യലാനൻ ഫി ഡേഷ്. മുഹമ്മദ് ഫൗസാൻ ആ ഒരു പരസ്യം കണ്ടു അല്ലെ, എവിടെയാണ് ആ ഒരു പരസ്യം കണ്ടത് എന്നാണ്. ബരീദുൽ ഇലക്ട്രോണി എന്ന് പറഞ്ഞാൽ മെയിൽ എന്നാണ്. ഫേസ്ബുക്ക്, അതുപോലെ തന്നെ തിൽഫാസ് എന്ന് പറഞ്ഞാൽ ടെലിവിഷനാണ്. എവിടെയായിരുന്നു മുഹമ്മദ് ഫൗസാൻ ആ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നത്? ഫേസ്ബുക്കിലായിരുന്നു അദ്ദേഹം ആ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് പാഠഭാഗത്തിലല്ലേ. അപ്പോൾ അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഫേസ്ബുക്ക് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് അവിടെ കൊടുത്ത നിർദ്ദേശം നോക്കൂ. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 13 to 18 ഈച്ച് ക്യാരീസ് 3 സ്കോർസ് എന്നാണ്. അതായത് 13 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. ഓരോന്നിനും 3 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് കേട്ടോ. നോക്കൂ. ഇഖ്റ അൽ ലൗഹാത്തിൽ ആത്തിയ വ തർജിംഹ ഇലൽ ഇൻജിലീസിയ. അതായത് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ബോർഡുകൾ അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അർ-റജാഉ അദ്മുൽ ഖത്ഫിൽ അസ്ഹാർ എന്നാണ് അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് എന്നാണ്. ഡോണ്ട് പ്ലക്ക് ഫ്ലവേഴ്സ് എന്താണ്? പൂക്കൾ പറിക്കരുത്. അതുപോലെ തന്നെ ഹാഫിൽ അല നലാഫത്തിൽ ഹദീക. എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്? കീപ് ദ ഗാർഡൻ ക്ലീൻ എന്നാണ് അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അതായത് പൂന്തോട്ടം വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ്. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്റഅൽ ഇബാറത്തിൽ ആത്തിയ വാജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. അതായത് താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു വാചകം, ആ ഒരു സെൻറ്റൻസ് വായിച്ചുകൊണ്ട് അതിന് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഉരീദു ഫതാത്തിൻ ജമീലത്തിൻ തുനാസിബു വലതി സാലിമൻ. എൻ്റെ മകൻ സാലിമിന് യോജിക്കുന്ന ഒരു യുവതിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭംഗിയുള്ള ഒരു യുവതിയെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ ആ ഒരു ഔഹനുൽ ബുയൂത്ത് എന്ന് പറയുന്ന പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ഡയലോഗോട് കൂടിയിട്ടാണ് അല്ലേ. അപ്പം അയ്യ ഖിസ്വത്തിൻ ഹാദിഹി എന്നാണ് ഒന്നാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. ഏത് കഥയിൽ നിന്നാണ് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു വാചകം എന്നാണ്. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ്? ഔഹനുൽ ബുയൂത്ത് എന്നാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി മൻ കിതബത്ത് ഹാദിഹിൽ ഖിസ്വ. ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ആരായിരുന്നു? ഹന ലഹാമാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. ആൻസർ എഴുതുന്ന സമയത്ത് കതബത്ത് ഹാദിഹിൽ ഖിസ്വ കാത്തിബത്തുൻ സൂരിയത്തുൻ ഹന ലഹാം എന്നൊക്കെ എഴുതുകയാണ് എങ്കിൽ ഒന്നും കൂടെ ആൻസർ വൃത്തിയാവും കേട്ടോ. ഇനി 3ാമത്തെ ചോദ്യം. മൻ കാലത്ത് ഹാദിഹിൽ ഇബാറ. ആരാണ് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞത് എന്നാണ്. ആരായിരുന്നു? ഉമ്മു സാലിമാണ് അല്ലേ. സാലിമിൻ്റെ ഉമ്മയാണ് ഈ ഒരു ഡയലോഗ് പറയുന്നത്. അപ്പോൾ കാലത്ത് ഹാദിഹിൽ ഇബാറ ഉമ്മു സാലിം എന്നാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. 15ാമത്തെ ചോദ്യം നോക്കാം. അദീബിൽ ഫിഖ്റത്തിൽ ആത്തിയ. താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു പാരഗ്രാഫിനെ നിങ്ങൾ അറബിയിലേക്ക് മാറ്റുവാനാണ്. അതായത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. മൈ നെയിം ഈസ് ജാബിർ. എൻ്റെ പേര് ജാബിർ എന്നാകുന്നു എന്നാണ് അല്ലേ. ഐ ആം ആൻ എൻജിനീയർ. ഞാനൊരു എൻജിനീയറാണ്. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ ഉപ്പ ഡോക്ടർ ആകുന്നു. ഐ ഹാവ് എ സിസ്റ്റർ ആൻഡ് 2 ബ്രദേഴ്സ്. എനിക്കൊരു സഹോദരനും എനിക്കൊരു സഹോദരിയും 2 സഹോദരന്മാരുമുണ്ട് എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. മൈ നെയിം ഈസ് ജാബിർ. എങ്ങനെയാണ് നമ്മൾ പറയുക? ഇസ്മി ജാബിർ എന്നാണ് എഴുതേണ്ടത്. ഐ ആം അൻ എൻജിനീയർ. അന മുഹന്ദിസുൻ അല്ലേ. ഇസ്മി ജാബിർ അന മുഹന്ദിസുൻ. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. അബി തൊബീബുൻ അല്ലേ. അബി തൊബീബുൻ. ഐ ഹാവ് എ സിസ്റ്റർ ആൻഡ് 2 ബ്രദേഴ്സ്. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ലീ ഉഖ്തുൻ വ അഖവാനി എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനി 16ാമത്തെ ചോദ്യം നോക്കൂ. ലോ ഖുദ്ദിറത്തിലക ഹയാത്തുൻ ഫലാബുദ്ദ അൻ തതദക്കറ അന്നനി ഉഹിബ്ബുക്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹലാവത്തുൽ ഉമൂമ എന്നുള്ള ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുള്ളതാണിത് അല്ലേ. എന്താണ്? നീ എങ്ങാനും ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നീ ഓർക്കണം, തീർച്ചയായും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നീ ഓർക്കണം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അല്ലേ, ആ ഒരു സെൻറ്റൻസ്. ഇത് ഐന വഹറത്ത് ഹാദിഹിൽ റിസാല. ഈ ഒരു മെസ്സേജ് അത് എവിടെയായിരുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയായിരുന്നു അത് പ്രകടമായിട്ടുണ്ടായിരുന്നത് എന്നാണ് അവിടെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. ഇത് മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ തന്നെ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മൻ കിതബത്ത് ഹാദിഹി റിസാല. ഈ ഒരു മെസ്സേജ് ഇതാരാണ് എഴുതിയത് എന്നാണ്. ഐന വഹറത്ത് ഹാദിഹി റിസാല എന്താണ് നമ്മൾ അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്? ഫി ഷാഷത്തിൽ ജവാൽ എന്നാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്.
ഫി ഷാഷത്തിൽ ജവാൽ, അതായത് ഫോണിൻ്റെ സ്ക്രീനിലാണത് പ്രകടമായിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. മൻ കിതബത ഹാദിഹി റിസാല, ആരാണ് ഈ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. അൽ ഉമ്മ, അല്ലെ ഉമ്മയാണ്. ആ ഒരു മരണപ്പെട്ടു പോയിട്ടുള്ളതായ ഒരു ഉമ്മയായിരുന്നു മൊബൈൽ ഫോണിൽ ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളവിടെ അൽ ഉമ്മു എന്ന് എഴുതിയാൽ മതി കേട്ടോ. കിതബത ഹാദിഹി റിസാല അൽ ഉമ്മു എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഇനി 17ാമത്തെ ചോദ്യം നോക്കൂ. അക്മിൽ ബിത്തോക്കത്തിൽ ഖസ്മിൽ സ്വദീഖിക്, അക്മിൽ നീ പൂർത്തിയാക്കി അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നതാണ്. ബിത്തോക്കത്തിൽ ഖസ്മ് ഡിസ്കൗണ്ട് കാർഡ് പൂരിപ്പിക്കുവാനാണ്. സ്വദീഖിക് നിൻ്റെ കൂട്ടുകാരൻ്റെ ഡിസ്കൗണ്ട് കാർഡ് പൂർത്തിയാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇസ്മുൽ ഖാമിൽ, എന്താണ് ഇസ്മുൽ ഖാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിമാണ് അല്ലേ. അപ്പോൾ ടീച്ചറോട് കൊടുക്കുന്നത് ജാബിർ എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഇസ്മുൽ വാലിദ് എന്നാണ്, നെയിം ഓഫ് ഫാദർ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പേര് കൊടുക്കുക. ടീച്ചറുടെ മുഹമ്മദ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ അൽ ഉൻവാനാണ്. ഉൻവാൻ എന്ന് പറയുമ്പം അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. ടീച്ചറോട് കൊടുക്കുന്നുണ്ട് റക്കമുഷിക്ക സലാസൂൻ, അതായത് ഫ്ലാറ്റ് നമ്പർ 30, ഷാരിയ മഹാത്മാഗാന്ധി, എറണാകുളം, MG റോഡ്, എറണാകുളം എന്നാണ് ടീച്ചർ അവിടെ കൊടുക്കുന്ന അഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലെ അഡ്രസ്സും അവിടെ കൊടുക്കാവുന്നതാണ്. റക്കമുൽ ആധാർ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളവിടെ കുറച്ച് നമ്പറുകൾ എഴുതി കൊടുത്താൽ മതി. ടീച്ചറുടെ മോഡൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റക്കമുൽ ജവാലാണ്, മൊബൈൽ ഫോൺ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു 10 നമ്പർ നിങ്ങളവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി 18ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്റ ഫിഖ്റത്തുൽ ആതിയ വല ഹിയ മക്കാനഹുവ വക്തുബ് മഅ തബ്ദീലാത്തിൽ ലാസിമ കമാ ഫിൽ മിസാലി, അതായത് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളതുപോലെ ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ഹുവ എന്നുള്ളതിൻ്റെ പകരം നിങ്ങൾ ഹിയ വെച്ച് കൊടുക്കുവാനാണ്. അങ്ങനെ ഹിയ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ വരുന്ന മാറ്റങ്ങളോട് കൂടിയിട്ട് ആ ഒരു പാരഗ്രാഫിനെ നിങ്ങൾ മാറ്റി എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കത് വായിച്ച് നോക്കാം. ഹുവ യഅമലു ഫിൽ മുസ്തഷ്ഫ അൽ ഹുകൂമിയ യസ്തൈഖിലു മുബക്കിറൻ വയുസല്ലി സുബ്ഹ വയതുലുൽ ഖുർആനിൽ കരീമ വയദ്ഹബു ഇലൽ മുസ്തഷ്ഫ അല സയ്യാറ വയർജിഉ ഇലൽ ബൈത്തി മസാഅൻ. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ്. ഇതിൽ ഹുവ എന്നതിൻ്റെ സ്ഥാനത്ത് ഹിയ വെച്ച് കൊടുത്തുകൊണ്ട് അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഒരു പാരഗ്രാഫിനെ മാറ്റി എഴുതുവാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് നോക്കാം. ഹുവ യഅമലു എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിയ തഅമലു എന്നായിട്ട് മാറുന്നു അല്ലേ. ഹിയ തഅമലു ഫിൽ മുസ്തഷ്ഫ അൽ ഹുകൂമിയ, അവൾ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അവൾ ജോലി ചെയ്യുന്നത്. യസ്തൈഖിലു മുബക്കിറൻ എന്നുള്ളത് തസ്തൈഖിലു മുബക്കിറൻ എന്നായിട്ട് മാറുന്നു, അവൾ നേരത്തെ എഴുന്നേൽക്കുന്നു. വ തുസല്ലി അസുബഹ, യുസല്ലി എന്നുള്ളത് തുസല്ലി എന്നായിട്ട് മാറുന്നു. വ തുസല്ലി അസുബഹ, അവൾ സുബഹി നമസ്കരിക്കുന്നു. വ തത്തുലുൽ ഖുർആനിൽ കരീമ, ഇത്ലു എന്നുള്ളത് തെത്തിലു എന്നായിട്ട് മാറുന്നു. തെത്തുലുൽ ഖുർആനിൽ കരീമ, അവൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. വ തെൽഹബു ഇലൽ മുസ്തഷ്ഫ, ഇൽഹബു എന്നുള്ളത് തെൽഹബു എന്നായിട്ട് മാറുന്നു, അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അല സയ്യാറത്തി, കാറിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വ തെർജിഉ ഇലൽ ബൈത്തി മസാഅൻ, വൈകിട്ട് അവൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്നാണ്. എർജിഒ എന്നുള്ളത് അവിടെ തർജിഒ എന്നായിട്ട് മാറുന്നു. ഇത്രയും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ആ ഒരു സെൻറ്റൻസിനെ മാറ്റി എഴുതുവാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി 19ാമത്തെ ചോദ്യത്തിന് മുമ്പ് നമുക്കവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രോം 19 to 22 ഈച്ച് ക്യാരീസ് 5 സ്കോർസ് എന്നാണ് അല്ലേ. അതായത് 19 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. ഓരോന്നിനും 5 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ്. 19ാമത്തെ ചോദ്യം നോക്കൂ. ഉക്തു ഫിഖ്റത്തൻ ബസീത അൻ തംസീലിയത്തി മുക്കാലമത്തിൻ ഫായിത ബിസ്തിആനത്തി അൻ നിഖാത്തി താലി, താഴെ കൊടുത്തിട്ടുള്ളതായ പോയിന്റ്സുകൾ വെച്ച് കൊടുത്തുകൊണ്ട് മുക്കാലമത്തിൻ ഫായിത അല്ല മിസ്ഡ് കോൾ എന്നുള്ള ആ ഒരു നാടകത്തെക്കുറിച്ച് നിങ്ങളൊരു ഫിഖ്റ എഴുതുവാനാണ്, ഒരു പാരഗ്രാഫ് തയ്യാറാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അവിടെ കൊടുത്ത പോയിന്റ്സുകൾ നോക്കൂ. മഹത്വത്തുൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷൻ. ഷുർത്തിയത്തുൽ മുറൂർ, ട്രാഫിക് പോലീസ്. അതുപോലെ തന്നെ മുസ്തഷാറ, ആരായിരുന്നു മുസ്തഷാറ? കൗൺസിലറാണ് അല്ലേ. അതുപോലെ ഹവാന്, വഞ്ചിതൻ. സആദത്തുൽ ഹയാത്തി, ജീവിതത്തിൻ്റെ സന്തോഷം. ഇത്രയും പോയിന്റ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു പോയിന്റ്സുകൾ വെച്ച് കൊടുത്തു വേണം നിങ്ങൾ
നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ടീച്ചർ അതിൻ്റെ മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണത് എഴുതേണ്ടത് എന്ന്. هذه تمثيلية قصيرة جميلة في موضوع مكالمة هاتفية. ഇത് വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു നാടകമാകുന്നു ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്നാണ്. നെഹ്നു നെതിരി നമുക്കറിയാവുന്നതാണ്. അനൽ വസായിൽ ഇഅ്ലാമിയ്യ തൽഅബു ദൗറൻ ഹാമൻ ഫി ഹയാത്തിനൽ യൗമിയ്യ. അതായത് മീഡിയക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട് എന്നാണ്, അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ്. വലഹ മക്കാനത്തുൻ ആലിയ ഫി ഹാദിൽ അസ്രില്ലദി നഈഷു ഫീഹി. നാം ഇന്ന് ജീവിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ അതിന് വലിയ സ്ഥാനവുമുണ്ട്. വകമാ തഅരിഫു അന്ന മനാഫിഅ കസീറത്തുൻ ലാ യുൻകർ വമഅ ദാലിക ലഹ മുദററാത്തുൻ അദീദ. നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരുപാട് ഉപകാരങ്ങൾ അവ കൊണ്ടുണ്ട് എന്നതുപോലെ തന്നെ അവ കൊണ്ട് ധാരാളം ഉപദ്രവങ്ങളുമുണ്ട് എന്നാണ്. നഹ്ലുർ വനഹ്ഫുദു മിൻഹ. അതിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കുകയും മുന്നറിയിപ്പുള്ളവരായിത്തീരുകയും അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്നവരായിത്തീരുകയും വേണമെന്നാണ്. വഹാദി തൻസീലിയ, ഈ ഒരു നാടകം തുർഷിദുൽ ഖുറാ, വായനക്കാരെ നയിക്കുന്നുണ്ട്. ഇൽഹലിരി, സൂക്ഷ്മതയിലേക്കും വലിയ കലത്തി, ഉണർവിലേക്കും. അൻ അഷ്റാഖിൽ ഫാസിദീന വൽ ഖുദാഅത്തിൽ മാക്കിരീൻ, തന്ത്രശാലികളായിട്ടുള്ള ചതിയന്മാരുടെയും അതുപോലെ തന്നെ കുഴപ്പക്കാരായിട്ടുള്ളവരുടെ കെണികളിൽ നിന്നുമെല്ലാം ഉണർന്നിരിക്കുവാൻ വേണ്ടിയിട്ട്, സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാടകം വായനക്കാരെ ക്ഷണിക്കുന്നുണ്ട് എന്നാണ്. നറാഫി ഹാദി തൻസീലിയ, ഈ ഒരു നാടകത്തിൽ നമുക്ക് കാണാൻ പറ്റും ഫത്താത്തുൻ ജമീലത്തുൻ, ഒരു ഭംഗിയുള്ളതായ യുവതിയെ, ഫി സാദിസത്തി അഷ്റമിൻ ഉംരിഹ, 16 വയസ്സുള്ളതായ. വഖാത്തി ഫി ശരിക്കും മാക്കിറിൻ അബ്രമു കാലമത്തിൻ ഹാത്തിഫിയ യൗമൻ, അതായത് മിസ്ഡ് കോളിലൂടെയുള്ളതായ ചതിയുടെ കെണിയിൽ അവൾ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ യൗമൻ, ഒരു ദിവസം, തഖറജ മിൻ ബൈത്തിഹ, അവൾ അവളുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. താരിഖത്തിൻ അബവൈഹ, അവളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്. തോലിബത്തിൻ ആഷിഖിഹ, അവളുടെ കാമുകനെ അന്വേഷിച്ചുകൊണ്ടും. ഹത്ത വസുലത്തില മഹത്വത്തിൽ കിത്തോർ, അങ്ങനെ അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഫലമ്മ അലിമത്ത് അന്ന ആഷിഖഹ മാക്കിറുൻ ഫി ഖുൽഖിഹി വകാദിബുൻ ഫി ഹുബ്ബിഹി, അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അവളുടെ കാമുകൻ ചതിയനാണ് എന്ന്, അല്ലെ, അവൻ്റെ ഒരു സ്നേഹത്തിൽ കളവ് പറയുന്നവനാണ് എന്നൊക്കെ അവൾ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി എന്നാണ്. ഫലജഅത്ത് ഫീ തിൽക്കൽ മഹത്ത, അത് മനസ്സിലാക്കിയപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റേഷനിൽ അഭയം തേടി. ഫഹുനാക സഅദഹ ശുർത്തിയുൻ, അവിടെ വെച്ചുകൊണ്ട് അവൾ ആ ഒരു പോലീസുകാരൻ സഹായിച്ചു. വഖല്ലസ്ഹ മിനൽ മുസീബ, ആ ഒരു വിപത്തിൽ നിന്ന്, ആ ഒരു അപകടത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അദ്റകത്തിൽ ഫതാത്തു അഖ്താഅഹ, ആ ഒരു യുവതിക്ക് അവളുടെ തെറ്റുകൾ മനസ്സിലായി. വന്നദമത്ത് അലാ ഫിഅലിഹ, അവൾ അവളുടെ പ്രവർത്തനത്തിൽ ഖേദിക്കുകയും ചെയ്തു എന്നാണ്. ഹാദി തംസീലിയ, ഈ ഒരു നാടകം മിറഅത്തും മാ തജ്രി ഹൗലനാ മിനൽ അഹ്ദാസി, നമുക്ക് ചുറ്റും സംഭവിക്കുന്നതായ സംഭവങ്ങളുടെ ഒരു കണ്ണാടിയാകുന്നു, അല്ലെങ്കിൽ നേർക്കാഴ്ചയാകുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾ എഴുതുകയാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല. ടീച്ചർ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി 20ാമത്തെ ചോദ്യം നോക്കൂ. ലാഹിദ് ഹാദിൽ ഖുത്ബ അത്തർഹീബിയ വഇദ് ബർനാമിജൻ ലഹ, താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു സ്വാഗത പ്രസംഗം നോക്കിയിട്ട് അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുവാനാണ്. നോക്കൂ. അയ്യുഹൽ അസാജിദത്തുൽ കിറാം വൽ അസ്തിഖാഉൽ അഹിബ്ബ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായിട്ടുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്അദല്ലാഹു ഔഖാതുകും ബികുല്ലി ഖൈറിൻ ഇന്നഹു ലയസുറുനി അൻ നഖൂമ അമാമകും ഫി ഹഫ്ലത്തി ഇസ്താറിൽ മജല്ല അൽ മദ്രസിയ, അതായത് ഈ ഒരു സ്കൂൾ മാഗസിൻ്റെ പ്രസിദ്ധീകരണവുമായിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ, അതിൻ്റെ ആ ഒരു പബ്ലിഷിങ്ങുമായിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ്. ഉറഹിബു അവലൻ, ആദ്യമായിക്കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ബി സയ്യിദ് അബ്ദുൽ ജലീൽ അമീദുൽ മദ്രസ, സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള അബ്ദുൽ ജലീൽ സാറിനെയാണ്. അല്ലാതെ യക്കൂമ ബി ഇസ്താൽ മജല്ല, അദ്ദേഹമാണ് ഈ ഒരു മാഗസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉറഹിബു ഐദൻ ബി സയ്യിദ് അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ ഞാൻ ബഹുമാനനായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് സാറിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ആരാണ്? മുദരിസ് സൊഫ്, ക്ലാസ് അധ്യാപകനാണ്. അല്ലദീ അസുൽ ഹഫ്ല, ഈ ഒരു പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹമാണ് എന്നാണ്. കെമാ ഉറഹിബു, അതോടൊപ്പം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ബിസയ്യിദ ആയിഷ, ആയിഷയെയും, അതായത് ബഹുമാനിയായിട്ടുള്ള ആയിഷയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. റഈസത്തുൽ ലജ്നത്തുൽ ഉമ്മഹാത്ത് വൽ മുദരിസീൻ, അവരാരാണ്? MTA അല്ലേ, മദർ
ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അധ്യക്ഷതയുടെ പ്രസിഡൻ്റാണ്. അവരെ ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ്. വൽ ആനിസ ഫാത്തിമ അരീഫത്തുൽ മദ്രസ സ്കൂളിൻ്റെ സ്കൂൾ ലീഡറായിട്ടുള്ള ഫാത്തിമയെയും ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അതുപോലെ തന്നെ മിമ്മഞ്ഞുൽക്കൂന കിളിമാറ്റ് തഹാനി ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാഹീറൻ അവസാനമായി കണ്ട് ഉറഹിബു ബി ജമീൽ ഹുല്ലാർ ഇലാ ഹാദിഹിൽ ഹഫ്ല, ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വ അഖ്തതുമി കലാമി ഹാദ ശുക്രൻ, ഇതോടുകൂടി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ സ്വാഗത പ്രസംഗം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ താഴെ ഒരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ നോക്കുക ദുആ ആണല്ലേ, പ്രയറാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആരുടെയെങ്കിലും ഒരു പേര് കൊടുത്താൽ മതിയാവും. പിന്നെ അത്തർഹീബ് എന്നാണ് അത് കേട്ടോ, അവിടെ തജ്ഹീബ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആരാണ് ഇതിന് സ്വാഗതം പറയുന്നത് എന്നാണ്. അപ്പം ഈ ഒരു പ്രസംഗം നടത്തുന്ന കുട്ടി തന്നെ ആയിരിക്കും അതിന് സ്വാഗതം പറയുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു പേര് അവിടെ കൊടുത്താൽ മതിയാകും. പിന്നെ റിയാസ എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ എന്നാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്. സയ്യിദ് അബ്ദുൽ ലത്തീഫ് എന്നാണ് കേട്ടോ, അദ്ദേഹമാണല്ലോ അതിന് അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെ ഇസ്താറുൽ മജല്ല, ആരാണ് ആ ഒരു മാഗസിൻ പ്രകാശനം നിർവഹിക്കുന്നത് എന്നാണ്. ഇനി കലിമത്തു തഹാനിയാണ്, ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആരായിരുന്നു. ആനിസ ഫാത്തിമ, അല്ല സ്കൂൾ ലീഡറായിട്ടുള്ള ഫാത്തിമയാണ്. പിന്നെ ഹത്തു ഷുക്റാണല്ലേ, നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അവിടെ നമുക്ക് അരീഫ് സൊഫ് എന്നൊക്കെ എഴുതാം, ക്ലാസ് ലീഡർ എന്നുള്ള അർത്ഥത്തിൽ എഴുതാം. അടുത്ത ചോദ്യം നോക്കൂ. ലഖിയ മുനീർ ജാബിറൻ ഫജറ ബൈനഹുമാ ഹിവാറൻ തർജിം ഹാദൽ ഹിവാറൈനൽ ഇൻജലീസിയ. മുനീർ ജാബിറിനെ കണ്ടുമുട്ടി, അങ്ങനെ അവർക്കിടയിൽ ഒരു കോൺവെർസേഷൻ നടന്നു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കൂ. മുനീർ ഹലോ സ്വബാഹൽ ഖൈർ. ജാബിർ ഹായ് സ്വബാഹൻ നൂർ. ഹലോ ഗുഡ് മോർണിംഗ് അല്ലേ, അതാണ് മുനീർ പറയുന്നത്. ജാബിർ ഹായ് ഗുഡ് മോർണിംഗ്. മുനീർ കൈഫ ഹാലുക യാ ജാബിർ. ജാബിർ ഹൗ ആർ യു എന്നാണ് അല്ലേ. ജാബിർ എന്താ പറയുന്നത്. ഫൈൻ അൽഹംദുലില്ലാ. മുനീർ ഐന തദ്ഹബ്, വേർ ആർ യു ഗോയിങ് എന്നാണ്. വേർ ആർ യു ഗോയിങ് എന്നാണ് എഴുതേണ്ടത്. ജാബിർ അദ്ഹബ് ഇലൽ മസ്ജിദ് ലിസ്വലാത്ത്. എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ഐ ആം ഗോയിങ് ടു ദ മോസ്ക് ടു പ്രേ എന്ന് എഴുതിയാൽ മതി കേട്ടോ. മുനീർ ഇലല്ലിക്ക, സി യു. ജാബിർ മാസലാമ, ഗുഡ് ബൈ. 22ാമത്തെ ചോദ്യം നോക്കൂ. മയീസൻ നാത്ത് വൽ മൻഊത്ത് മിനൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും നാത്തിനെയും മൻഊത്തിനെയും വേർതിരിക്കുവാനാണ്. വലതുൻ സ്വാലിഹുൻ, നല്ല കുട്ടി അല്ലേ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഒന്നാമത്തേത്. അതിൽ വലത് എന്ന് പറയുന്നത് മൻഊത്തും സ്വാലിഹുൻ എന്ന് പറയുന്നതാണ് അവിടെ നാത്തായിട്ട് വരുന്നത്. ഖറഅതു കിതാബൻ ജദീദൻ, ഞാൻ പുതിയ പുസ്തകം വായിച്ചു. അതിൽ കിതാബ് എന്ന് പറയുന്നതാണ് മൻഊത്ത്, ജദീദ് എന്ന് പറയുന്നതാണ് നാത്ത്. കൈരള വിലായത്തുൻ ജമീലത്തുൻ, കേരളം എന്ന് പറയുന്നത് ഭംഗിയുള്ളൊരു സംസ്ഥാനമാകുന്നു എന്നാണ്. അവിടെ വിലായത്തുൻ എന്ന് പറയുന്നത് മൻഊത്തും ജമീലത്തുൻ എന്ന് പറയുന്നതാകുന്നു അവിടെ നാത്തായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഉക്തുബ് ബയാനാത്തി ഷഖ്സിയാലി സ്വദീഖ്, എൻ്റെ കൂട്ടുകാരൻ്റെ ബയോഡേറ്റ് തയ്യാറാക്കുവാനാണ്. അൽ ഇസ്മുൽ ഖാമിൽ, അവിടെ ഫുൾ നെയിമാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഫുൾ നെയിം എഴുതി കൊടുക്കാം. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ എഴുതേണ്ടത്. അൽ ഉൻവാൻ, അഡ്രസ്സ് എഴുതാണ് വേണ്ടത്. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. അൽ മിഹ്ന, പിതാവിൻ്റെ ജോലി എന്താണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉംനിയത്ത്, അവൻ്റെ അംബീഷൻ എന്താണ്, അഥവാ ഭാവിയിൽ എന്തായി തീരുവാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. 24ാമത്തെ ചോദ്യം. ലാഹിദ് അൽ ഫിക്രത്തിൽ ആത്തിയ വമയീസ് മിൻഹ അൽ മുലാഫ് വൽ മുലാഫിൻ ഇലൈഹി കമാഫിൽ മിസാലി, അവിടെ കൊടുത്തിട്ടുള്ളതായ പാരഗ്രാഫ് വായിച്ചുകൊണ്ട് ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ മുലാഫിനെയും മുലാഫിൻ ഇലൈഹിയെയും വേർതിരിക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഹാജാത്തുൽ ഇൻസാനി മുഖ്തലിഫത്തുൻ, ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. വൈദാ ഉത്തുഫൂലത്തി യഖ്തലിഫു അൻ അളിയത്തിൽ മുറാഹക, ഒരു കുട്ടിക്കാലത്തുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു കൗമാരകാലത്തുള്ളതായ അവൻ്റെ ഭക്ഷണ രീതി എന്നാണ്. അലൈന, അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ നിർബന്ധമാണ്. അന്നംലിക്ക അംഫുസന ഇന്ദ ത്വാമി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്വയം നിയന്ത്രിക്കൽ എന്നാണ്.
ഹത്താല നക്തുറമിൻ കെമിയത്തി ഷുഗറി വൽ കൊളസ്ട്രോൾ ഫി അജിസാദിന, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിലധികമുള്ള കൊളസ്ട്രോളും ഷുഗറും എല്ലാം അധികരിപ്പിക്കാതിരിക്കാൻ വേണ്ടി, വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ മുലാഫും മുലാഫിനെയും വേർതിരിക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാജത്ത് എന്ന് പറയുന്നത് മുലാഫാണ്, അൽ ഇൻസാൻ എന്ന് പറയുന്നതാണ് മുലാഫിനിലേഹി ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ഏതാണെന്ന് നോക്കൂ. ഒദാ ഉ തുഫൂലത്തി, കണ്ടില്ലേ, അതിൽ ഒദാ എന്ന് പറയുന്നത് മുലാഫും തുഫൂലത്ത് എന്ന് പറയുന്നതാണ് അവിടെ മുലാഫിൻ ഇലേഹിയുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആലിയത്തിൽ മുറാഹക്ക, ആലിയത്ത് എന്ന് പറയുന്നത് മുലാഫാണ്, മുറാഹക്കത്ത് എന്ന് പറയുന്നത് മുലാഫുൻ ഇലേഹിയാണ്. അതുപോലെ അംഫുസന, അതിൽ അംഫുസ് എന്ന് പറയുന്നത് മുലാഫും ന എന്ന് പറയുന്നതാണ് അവിടെ മുലാഫുൻ ഇലേഹിയുമായിട്ട് വരുന്നത്. കെമിയത്തി സുഗരി, അതിൽ കെമിയത്ത് എന്ന് പറയുന്നത് മുലാഫാണ്, സുഗർ എന്ന് പറയുന്നത് മുലാഫുൻ ഇലേഹിയാണ്. അതുപോലെ തന്നെ അജ്സാദിന, അതിൽ അജ്സാദ് എന്ന് പറയുന്നത് മുലാഫും ന എന്ന് പറയുന്നത് മുലാഫുൻ ഇലേഹിയുമായിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഇഖ്റഇൽ കലിമാത്തിൽ ആത്തിയ, താഴെ കൊടുത്ത പദങ്ങൾ വായിക്കുക. വമയീസ്, എന്നിട്ട് അതിൽ നിന്ന് വേർതിരിക്കുവാനാണ്. ഹസ്ബ അനാവീന താലിയ, താഴെ കൊടുത്തിട്ടുള്ളതായ ഹെഡിങ്ങിന് കീഴിൽ വരുന്ന പദങ്ങളെ വേർതിരിക്കുവാനാണ്. കെമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ. അവിടെ കൊടുത്ത പദങ്ങൾ നോക്കൂ. അഷാത്ത് ആട്, അൽ അമാനത്ത് വിശ്വസ്തത, ബക്കറത്ത് പശു, അന്നഹില് തേനീച്ച, ഹമാമത്ത് പ്രാവ്, ഹുബ് സ്നേഹം, ഷെജർ മരം, അറഹ്മത്ത് കാരുണ്യം, അൽ ബുർത്തക്കാല് ഓറഞ്ച്, കൈത്ത് പൂച്ച, അൽ മവദ്ദ സ്നേഹം എന്നാണ് അല്ലേ. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ഖിയമുൽ ഇൻസാനിയ, മാനുഷിക മൂല്യങ്ങളിൽ വരുന്നത് എന്നാണ് നിങ്ങൾ ഒന്നാമതായിട്ട് എഴുതേണ്ടത്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അൽ അമാനത്ത്, പിന്നെ ഏതാണ് വരുന്നത് ഹുബ്, റഹ്മത്ത്, മവദ്ദത്ത്, ഇത്രയുമാണ് അതിൽ എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കൂ. അൽ മവാരിദ് ത്വബിഇയ്യ, പ്രകൃതി വിഭവങ്ങളാണ്, പ്രകൃതി എന്നുള്ളതായ വിഭവങ്ങളാണ് കൊടുക്കേണ്ടത്. അതിൽ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അന്നഹിൽ, അല്ലെ തേനീച്ച കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഷജർ, അൽ ബുർത്തഖാൽ, ഇത്രയുമാണ് അതിൽ വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. അസ്തർവത്ത് ദവാജീനിയ, അതായത് വളർത്തു മൃഗങ്ങളിലൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പാദ്യം, അതിനാണ് അസ്തർവത്ത് ദവാജീനിയ എന്ന് പറയുന്നത്. അതിലൊന്ന് ഷാത്താണ്, പിന്നെ ഏതാണ് വരുന്നത് ബക്കറത്തുണ്ട്, ഹമാമത്തുണ്ട്, അതുപോലെ തന്നെ ഖിത്ത്, ഇതാണ് അസ്തർവത്ത് ദവാജീനിയ എന്നതിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ലാഹിദിൽ അബിയാത്തി വറത്തിബുഹ ഹസ്ബത്ത് സുരീഹാത്തിൽ ലാത്തിയ, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു വരികൾ നോക്കിയിട്ട് അതിന് താഴെ വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളോട് യോജിച്ച് വരുന്നതിനെ ചേർത്ത് എഴുതുവാനാണ്. മാ ബൈന അഷ്ജാരിൻക എന്ന ഒസൂനഹ ഐദിൻ തുസഫിക്കു താറത്തൻ വ തുസല്ലിമോ, അതായത് മരത്തിൻ്റെ ചില്ലകൾ, അല്ലെ മരത്തിലുള്ള ചില്ലകൾ അത് ഒരു തവണ നമുക്ക് പരസ്പരം കൈകൾ കൊട്ടുന്ന പോലെയോ അല്ലെങ്കിൽ പരസ്പരം സലാം കൊടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും എന്നാണ്. ഇൻ കുൻത മുക്ത ഇബല്ല ഐസിൻ ഖദ്മദ ഐഹാത്ത യുർജിയോഹു ഇലൈക തനദ്ദുമു, അതായത് കഴിഞ്ഞു പോയിട്ടുള്ളതായ പ്രതാപങ്ങളെ തൊട്ട് നീ നിരാശനാണ് എങ്കിൽ അതിനെ മടക്കി കൊണ്ടുവരിക. നീ അതിൽ ഖേദിക്കുന്നത് കൊണ്ട് നിനക്കതിനെ ഒരിക്കലും മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്നാണ് കേട്ടോ. വൽ മാ ഉ ഹൗലക ഫില്ലത്തുൻ റഖറാഖത്തുൻ, വെള്ളം നിനക്ക് ചുറ്റും വെള്ളി പോലെ തിളങ്ങി നിൽക്കുന്നുണ്ട്. വശംസു ഫൗഖക അസ്ജദുൻ യതളറമു, അതുപോലെ തന്നെ സൂര്യൻ നിനക്ക് മുകളിൽ വെട്ടിത്തിളങ്ങുന്ന സ്വർണം പോലെ നിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ബൈത്തുകളോട് യോജിക്കുന്ന ആശയം താഴെ വന്നിട്ടുള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുവാനാണ്. ഒന്നാമത്തെ നോക്കൂ. കഅബത്തു അലൽ ഇസ്സത്തിൽ മാലിയ, കഴിഞ്ഞു പോയിട്ടുള്ളതായ പ്രതാപങ്ങളെക്കുറിച്ച് നിരാശപ്പെടാം. ഏതായിരിക്കും അതിനോട് യോജിച്ച് വരുന്നത്? രണ്ടാമത്തെ വരിയോടാണ് ഈ ഒരു ആശയം യോജിച്ച് വരുന്നത്. ഇനി ജിരിയാനുൽ മിയാഇ, വെള്ളത്തിൻ്റെ ഒഴുക്ക്, കൽ ഫില്ലത്തി, അത് വെള്ളി പോലെയും, വൈഷ്റാഖു ഷംസി, സൂര്യൻ്റെ ഉദയം, കല്ലഹബി, അത് സ്വർണം പോലെയുമാണ് എന്നാണ്. അപ്പോൾ അതിനോട് യോജിച്ച് വരുന്നത് മൂന്നാമത്തെ വരിയാണ് കേട്ടോ. ഫഹാദിഹിൽ അഷ്ജാറു തൂഹി ഹർക്കത്ത് ആസാനിഹ, ഈ മരത്തിൻ്റെ കൊമ്പുകളുടെ ആ ഒരു ചലനം അതെന്ത് ചെയ്യുന്നുണ്ട്? ബിത്തഫാ ഉലി, ശുഭാപ്തി വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഫയ്യത്തുസഫിക്കു ഫർഹൻ വത്തുസല്ലിമു മറഹൻ, അത് സന്തോഷത്തോട് കൂടിയിട്ട് പരസ്പരം കൈകൾ കൊട്ടുകയും സലാം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ്. ഒന്നാമത്തെ ബൈത്തിനോട് യോജിച്ച് വരുന്നതാണ് മൂന്നാമത്തെ ആ ഒരു ആശയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബൈത്തിനോട് യോജിച്ച് വരുന്നത് ഒന്നാമത്തേതും അതുപോലെ തന്നെ മൂന്നാമത്തെ ബൈത്തിനോട് യോജിച്ച് വരുന്നത് രണ്ടാമത്തേതുമാകുന്നു.
അടുത്ത ചോദ്യം നോക്കൂ. ഇഖ്റ അൽ ഫിക്റത്തിൽ ആത്തിയ വമയ്യിസ് മിൻഹ അൽ ആദാത്തി ഷിഹിയ വ ഗൈറ ഷിഹിയ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ആദാത്തു ഷിഹിയ ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളും അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളെയും വേർതിരിച്ചെഴുതുവാനാണ്. നോക്കൂ. തനാവുലുൽ അസ്മാക് വൽ ലുഹൂമിൽ ഫാസിദ. കേടായിട്ടുള്ള മാംസവും മത്സ്യവും കഴിക്കുക. ഏതായിരിക്കും അത്? ഗൈറ ഷിഹിയയാണ്. തനാവുലുൽ ഖുദറിൽ മസ്മൂമ, അതായത് വിഷം നിറഞ്ഞിട്ടുള്ളതായ പച്ചക്കറികളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അതും ഗൈറ ഷിഹിയയാണ്. മുഹാഫളത്തു അലാ നലാഫത്തുൽ ജിസ്മി വൽ ബിഅ. ശരീരത്തിൻ്റെയും അതുപോലെ പരിസരത്തിൻ്റെയും എല്ലാം വൃത്തി സൂക്ഷിക്കുക എന്നാണ്. അത് ആദാത്തു സിഹിയയാണ് കേട്ടോ. തനാവുൽ അത്ഇമ മുതളമ്മിന അൽ ഫിതാമിനാത്ത്. വൈറ്റമിൻസ് ഉൾക്കൊള്ളുന്നതായ ഭക്ഷണങ്ങൾ കഴിക്കുക. അത് ആദാത്തു സിഹിയയാണ്. ഖലാഉ വഖ്തിൻ ത്വവീലിൻ അമാമ ശാശത്തിൽ ഇലക്ട്രോണിയ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സ്ക്രീനിന് മുന്നിൽ ധാരാളം സമയം ചിലവഴിക്കുക എന്നാണ്. അത് ആദാത്തു ഗൈറ ഷിഹിയയാണ്. അൽ മുദാവമത്തു അലാ മുമാറസത്തിൽ നഷാത്താത്തിൽ ബദനിയ. ശാരീരിക എക്സസൈസുകളൊക്കെ പരിശീലിക്കുക എന്നാണ്. അത് ആദാത്തു ഷിഹിയയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ആയിദ് മഖാലത്തൻ അൻ അഹ്മിയത്തിൽ മാഇ വഇസ്തിഅമാലിഹി അലാ ലൗഇൻ നിഖാത്തിൽ ആത്തിയ. അതായത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങളൊരു മഖാല തയ്യാറാക്കുവാനാണ്, ഒരു പ്രബന്ധം തയ്യാറാക്കുവാനാണ്. അസാസുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ളുറൂരിയാത്ത്, അനിവാര്യത. ഇസ്റാഫ്, അമിതമായി ചിലവഴിക്കുക. മവാരീദുൽ മിയാഇ, വെള്ളത്തിൻ്റെ സോഴ്സുകൾ, ജലസ്രോതസ്സുകൾ. തഹ്ഫീദുൽ മവാരിദിൽ മിയാഇ, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക. ഇത്രയും പോയിൻറ്റ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്ന് നോക്കൂ. മാ ഉ അസാസുൽ ഹയാത്ത്, വെള്ളം എന്ന് പറയുന്നത് ജീവൻ്റെ അടിസ്ഥാനമാകുന്നു, അല്ലെങ്കിൽ അടിത്തറയാകുന്നു. ഒമിൽ ളുറൂരിയാത്തിൽ ഇൻസാനി വൽ ഹയവാൻ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളതുമാകുന്നു വെള്ളം. വഹുവ മിൻ നിഅമത്തില്ലാഹിൽ കുബ്ര, അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാകുന്നു. യഖൂലുല്ലാഹു തആല, അള്ളാഹു തആല പറയുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നാം ആണോ അതിനെ മേഘത്തിൽ നിന്നും ഇറക്കി തന്നത്, അല്ലെങ്കിൽ നിങ്ങളാണോ അത് ഇറക്കുന്നത് എന്നാണ്. അൽ മാഉ ലിശ്ശുർബി ഖലീലുൻ ഫിൽ അർളി വ മഅ്ലമുഹാ ഗൈറു സ്വാലിഹുൽ ലിശ്ശുർബ്. ഈ ഭൂമിയിലുള്ള വെള്ളത്തിൽ അധികവും കുടിക്കാൻ പറ്റുന്നതല്ല, അല്ലെ, കുടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നാണ്. ഫഅലൈന, അതുകൊണ്ട് തന്നെ അൻ നഖ്തഫിറ അലൈഹ, അതിനെ സംരക്ഷിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് അൽ ഇസ്റാഫ് ഫി ഇസ്തിഖ്ദാമിൽ മാൽ, വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ധൂർത്തിനെ, അമിതമാക്കുന്നതിനെ. വലൗകാനലി ത്വഹാറത്തി, അത് നമ്മൾ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും. ഹത്താഫുൽ വുളൂഇ, നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്ന സമയത്ത് പോലും. ഖില്ലത്തുൽ മിയാഇ, വെള്ളം കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. ഖില്ലത്തുൽ മിയാഇ യജ്ലിബുൽ ജഫാഫ, അതായത് വെള്ളത്തിൻ്റെ കുറവ് അത് നമ്മളെ വരൾച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. വയൽഹറുൽ ഫഹ്ഷ് വൽ ഫഖർ വയുസബ്ബിബു ഇലാ ഹലാക്കിൽ ഇൻസാനി വൽ മവാശി, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലേക്കും മോശമായിട്ടുള്ള അവസ്ഥയിലേക്കും നാശത്തിലേക്കുമെല്ലാം, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും എല്ലാം നാശത്തിലേക്കുമെല്ലാം അത് കാരണമായി തീരുന്നുണ്ട്. അലൈന അൽ ഇഖ്തിഫാദു അലാ മവാരിദിൽ മിയാഇ മിത്ലൽ ആബാരി വൽ അൻഹാരി വൽ ബിറക്കി വൽ ബുഹൈറാത്ത് ഹത്താ തബ്ഖാ ലിൽജീൽ മുസ്തഖ്ബിൽ, അതുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ, കിണർ പോലെയുള്ള, പുഴകൾ പോലെയുള്ള, കുളങ്ങൾ പോലെയുള്ള, നദികൾ പോലെയുള്ള ജലസ്രോതസ്സുകളെയെല്ലാം വരും തലമുറകൾക്ക് വേണ്ടി സംരക്ഷിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഉക്തുബ് മുദക്കിറ ഇസ്തിഖ്സാനിയ അൻ മർലൂമി ഹനി അല്ലക്കും ബിംസാഖത്തിൽ നിക്കാത്തി താലിയ. താഴെ കൊടുത്ത പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് ഹനി അല്ലക്കും എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുവാനാണ്. ഷിഅർ മിസ്ര, മിസ്റിലെ കവിതയാണ്. ബൊഅസാ യുഹന്നി അബ്ന വത്നിഹി, തൻ്റെ നാട്ടിലെ യുവാക്കളെ പ്രശംസിക്കുന്നു. ദാവത്തു ഇലൻ നജാഹി, വിജയത്തിലേക്കുള്ള ക്ഷണം. അഹ്മിയത്തു തശ്ജീ അല തഖദ്ദും, പുരോഗതിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഈ പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുവാൻ വേണ്ടിയിട്ട്.
ഹാദ മൻലൂമുൻ ജമീലുൻ ഇതൊരു ഭംഗിയുള്ള കവിതയാകുന്നു. ലിഷാഇരിൽ മിസ്രിയൻ ഈജിപ്ഷ്യൻ കവിയായിട്ടുള്ള നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന ഹാഫിദ് ഇബ്രാഹിമിൻ്റെ. അഷാഇർ യുഖാതിബ് ഫി ഹാദൽ മൻലൂമി അബ്നാ വത്നിഹി. കവി ഈ ഒരു കവിതയിൽ തൻ്റെ നാട്ടിലെ യുവാക്കളായിട്ടുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുകയാണ്. ബിമുനാസിബത്തി ആമിൻ ജദീദിൻ പുതിയൊരു വർഷത്തോടനുബന്ധിച്ചുകൊണ്ട്. എൻസോ ഷായർ ഹാഫിദ് ഇബ്രാഹിം ഫി ഹാദൽ മൻലൂമി അബ്നാ വത്നിഹി. ഈ ഒരു മൻലൂമയിൽ ഒരു കവിതയിൽ കവി തൻ്റെ നാട്ടിലെ യുവാക്കളെ ഉപദേശിക്കുന്നുണ്ട്. അല തഅല്ലുമി പഠിക്കുന്നതിന് വേണ്ടിയിട്ടും തഖദ്ദുമി മഅൽ ഹിമ്മത്തി വൽ അസീമത്തി വ തഫാഉൽ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടും അതോടൊപ്പം തന്നെ മനോധൈര്യത്തോട് കൂടിയിട്ടും എല്ലാം മുന്നിടുവാൻ വേണ്ടിയിട്ടും. ഇബ്ദു ഷായർ ഹാഫിദ് ഇബ്രാഹിം മൻലൂമഹു അദ്ദേഹത്തിൻ്റെ കവിത ആരംഭിക്കുന്നത് അഹ്ലം ബിനാബിയത്തിൽ വിലാദി വ മർഹബ ജദ്ദത്തുമിൽ അദല്ലദി ഖദ് അഖ്ലക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു വരിയിൽ കവി പറയുന്നത് എന്താണ്? മർഹബയ്യ അഹ്ല മിസ്ർ, മിസ്റുകാരെ, ഈജിപ്തുകാരെ നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഒഷാറുൽ മിസ്രിയീന ഇലാ ഹയാത്തിൻ സഈദ. ഈജിപ്ഷ്യൻ ആളുകളെ അദ്ദേഹം ക്ഷണിക്കുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലേക്കാകുന്നു. മംലൂഅത്തുൻ ബിൽ ഫർഹി വസ്സുറൂർ, സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും ഒക്കെ നിറഞ്ഞിട്ടുള്ളതായ. ഇത് ഖുർഷാഇർ അബ്നാ വത്നിഹി കവി തൻ്റെ നാട്ടിലെ യുവാക്കളെ അവിടെ പറയുന്നത് അൻയകൂനു ഫിൽ ഹയാത്തി മഅൽ യഖ്ലതി വൽ ഹദർ, അവരവരുടെ ജീവിതത്തിൽ നല്ല ഉണർവോട് കൂടിയിട്ടും സൂക്ഷ്മതയോട് കൂടിയിട്ടും നിലകൊള്ളണം എന്നാകുന്നു. അഷാഇർ യഖൂലിയ അബ്നാ അൽ വതൻ കവി പറയുന്നത് എന്താണ്? ആ യുവാക്കളെ ലാ തയസു മിൻ ഇസ്തിർദാദി മജ്ദിക്കുമുൽ ഫായിദ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ ആ ഒരു മഹത്വത്തെ മടക്കി കൊണ്ടുവരുന്നതിൽ നിങ്ങൾ നിരാശരാവരുത് എന്നാണ്. തഖദ്ദമു ബിൽ ഇൽമി, വിജ്ഞാനം കൊണ്ട് നിങ്ങൾ മുന്നിടൂ. ഫഇന്നിൽ ഇൽമ ഹിയ ഖുവ്വത്തുൽ ഇൻസാൻ, വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശക്തിയാകുന്നു. ഇഫ്തഹുൽ ഇൽമ ജമീഅൽ അബ്വാബ്, വിജ്ഞാനം ഒരു മനുഷ്യൻ്റെ മുന്നിൽ എല്ലാ വാതിലുകളും തുറന്നു തരുന്നുണ്ട് എന്നാണ്. ഇൻസു ഷായിറോ ഇൻസു അൽ മിസ്രിയീന, ഈജിപ്ഷ്യൻ ആളുകളെ കവി ഉപദേശിക്കുന്നത് ഖാലിഖുന്നാസ, നിങ്ങൾ ആളുകളോട് പെരുമാറണം. ബിഖുലുഖിൻ ഹസനി, നല്ല സ്വഭാവത്തോട് കൂടിയിട്ട്. തഹമ്മലു ജമീഅൽ മശഖാത്തി വൽ മസായിബി ഫീ സബീലി തഖദ്ദുമി വൽ ഇർത്തിഖാ, ഉന്നതിയുടെ മാർഗത്തിൽ എല്ലാ അപകടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾ സഹിക്കണമെന്നാണ്. ഫൻതഹിസു ഫുർസൽ ഹയാത്തി, ജീവിതത്തിലെ എല്ലാ അവസരങ്ങളെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വൈനൽ ഫുർസ സമീനത്തുൻ ജിദ്ദൻ, കാരണം അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഫൈനൽ ഫുർസത്തിലായ ഓദാബദൻ, അവസരങ്ങൾ ഒരിക്കലും നമ്മിലേക്ക് മടങ്ങി വരികയില്ല. ഫതഖദ്ദമു ഇലൽ ഹമാമി ബിൽ ഹിമ്മത്തി ഇലൽ അമാമി ബിൽ ഹിമ്മത്തി വൽ അസീമ, അതുകൊണ്ട് തന്നെ നല്ല മനക്കരുത്തോട് കൂടിയിട്ടും ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടും നിങ്ങൾ മുന്നോട്ട് കുതിക്കൂ എന്നാണ്. അവസാനത്തെ ചോദ്യം നോക്കൂ. ഉക്തുബ് മഖാല ഹൗല മൗളൂഇ തതവ്വുറുൽ വസായിൽ ഇഅ്ലാമിയ്യ അൽ ജദീദ വഅസ്റുഹാ ഫിൽ മുജ്തമഇ ബിസ്തിആൻ നിഖാത്തി താലിയ. താഴെ കൊടുത്ത പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുരോഗതിയും നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനവും അതിനെക്കുറിച്ചൊരു എസ്സേ തയ്യാറാക്കുവാനാണ്. എങ്ങനെയാണത് എഴുതേണ്ടത് എന്ന് നോക്കൂ. അൽ ഇൻസാനു ഹയവാനുൻ ഇജ്തിമാഇയ്യൻ, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. യഈഷുൽ ഇൻസാനു ഫിൽ മുജ്തമ, മനുഷ്യൻ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അൽ ആലമു ലാ യസാലു യതതവ്വറു യൗമൻ ഫയൗമൻ, ലോകം എന്ന് പറയുന്നത് ഓരോ ദിവസവും പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫൽ ഇൻസാൻ യതമത്തഉ ബിൽ ഇക്തിശാഫാത്തിൻ ജദീദ, പുതിയ കണ്ടുപിടുത്തങ്ങളിലെല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ്. തജ്രീഖ് ഫി കുല്ലി യൗമിൻ, ഓരോ ദിവസവും നടക്കുന്നതായ. അമിൻ അഹമ്മിഹ, അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാകുന്നു തഖ്നിയത്തിൽ ഇഅ്ലാമിയ്യ വതതവ്വുറ, ഐടിയുടെ പുരോഗതിയും അതിൻ്റെ വളർച്ചയും. വഹാദി തഖ്നിയത്തിൽ ഇഅ്ലാമിയ്യ തുസഇദുന ലിതവാസുലി മഅൽ ആഖിരീന ബിസ്സുഊല, ഈ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് മറ്റുള്ള ആളുകളുമായിക്കൊണ്ട് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. അൽയൗമ ഫി ഐദിന അൽ ജവ്വാൽ വൽ ഹാസുബ് വഗൈരിഹാ മിനൽ വസായിൽ ഇലക്ട്രോണിയ അൽ ഇഅ്ലാമിയ്യ വൽ ഇജ്തിമാഇയ്യ, ഇന്ന് നമ്മുടെ മുന്നിൽ സാമൂഹികമായിട്ടുള്ളത് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ മീഡിയ, അതിൽ ഒരുപാട് മേഖലകൾ, ഒരുപാട് മാർഗ്ഗങ്ങൾ കമ്പ്യൂട്ടർ പോലെയും മൊബൈൽ ഫോൺ പോലെയും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട് എന്നാണ്. വഹാദിഹി കുല്ലഹ തുസാഇദുന, ഇവയെല്ലാം തന്നെ നമ്മെ സഹായിക്കുന്നത് അല ദിറാസത്ത് വൽ ബഹ്തി, പഠനത്തിനും റിസർച്ചിനുമെല്ലാം നമ്മെ സഹായിക്കുന്നുണ്ട്. മഅ തൗഫുരിൽ ഔഖാത്തി വൽ ജുഹൂദി, അതായത് ധാരാളം സമയവും പരിശ്രമമൊക്കെ ലഭിക്കുന്നതോടൊപ്പം തന്നെ. വലാകിൻ ഹുനാക ലിഹാദിഹിൽ വസാഇൽ ആസാറ സൽബിയ കസീറ, പക്ഷേ ഇതിന് ധാരാളം നെഗറ്റീവായിട്ടുള്ളതായ സ്വാധീനങ്ങളുമുണ്ട്. ചില ശാരീരികമായിട്ടുള്ള ചില സ്വഭാവത്തിലുള്ളതായ സ്വാധീനം പോലെ എന്നാണ് കേട്ടോ. അതാലിക ബിസു ഈ
ഇസ്തിഖ്ദാമി ഹാദിൽ വസായിൽ ഇലക്ട്രോണിയ, ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗത്തിൻ്റെ മോശം ഉപയോഗം കൊണ്ട് എന്നാണ്. ബാലുമിനൽ ജീൽ ജദീദി, ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിലെ ചില ആളുകൾ യഖഊനഫി അഷ്റാഖിൽ ഖുദാഅത്തിൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക് വഞ്ചനകളിൽ അഥവാ ഇത്തരം മീഡിയകളുടെ ചതികളിൽ പെട്ടുപോകുന്നുണ്ട്. വൽ ജറാഇമുൽ ഫലാഇയ, അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റങ്ങളിലുമെല്ലാം പെട്ടുപോകുന്നുണ്ട് എന്നാണ്. വൽമുജ്തമി യസ്ലുൽ ബിദാലിക ഇലാ അഖ്ലാഖിൻ ഫാസിദ, ഇതിലൂടെ സമൂഹം മോശമായ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഷമാഇൽ റദിഅ, ചീത്തയായിട്ടുള്ള സ്വഭാവങ്ങളിലേക്കും കുറേശ്ശെയായിക്കൊണ്ട് നറാമന ഫമാദ തത്തവുറ അസ്വൻ സഖാഫി എന്നിൽ ബഷരിയ, അതുകൊണ്ട് തന്നെ ഈ ഒരു പുരോഗതിയെല്ലാം തന്നെ മനുഷ്യരുടെ സംസ്കാരത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. തത്തവറ വസായിൽ ആലാം തത്തവർ ഇൽമ തെക്നിയ, ടെക്നോളജിയും അതുപോലെ തന്നെ വിവരസാങ്കേതിക വിദ്യയും എല്ലാം തന്നെ പുരോഗമിച്ചതോടൊപ്പം ഈ ഒരു മേഖലയും പുരോഗമിച്ചു എന്നാണ്. വനസ്തഖ്ദിമുൽ യൗമ വൽ ഹാസുബ് വൽ ഹവാത്തിഫ് ലക്കിയ, ഇന്ന് നമ്മൾ മൊബൈൽ ഫോണുകളും അതുപോലെ കമ്പ്യൂട്ടറുകളും എല്ലാം ഉപയോഗിക്കുന്നതും വനതബാദിൽ മുഹാദസാത്ത് വൽ റസായിൽ ഖബ്ര ഇൻ്റർനെറ്റ് വനസ്തഖ്ദിമുൽ മവാഖിർ, അതുപോലെ തന്നെ നമ്മൾ മെസ്സേജുകളും അതുപോലെ സംസാരങ്ങളും എല്ലാം ഇൻ്റർനെറ്റിലൂടെ കൈമാറുന്നു. വെബ്സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അൽ ബരീദുൽ ഇലക്ട്രോണിക്, മെയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. വൽ ഫേസ്ബുക്ക് വൽ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വൈറുഹമിൽ വസായിൽ ഇജ്തിമാഇയ, അതല്ലാത്ത സോഷ്യൽ മീഡിയ മാർഗ്ഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ലാസിം അലൈൻ, അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ നിർബന്ധമാണ് നാരിഫ കൈഫ നസ്തഖ്ദിമു ഹാദിൽ വസായിൽ അലാമിയ, ഈ ഒരു മീഡിയയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കൽ നിർബന്ധമാണ് എന്നാണ്. ബിഅഹ്സനി ത്വരീഖിഹ, അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിലും വനഹ്ഫദ അൻ മളരിഹ വമഫാസിദിഹ, അതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമെല്ലാം നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും വഅല്ല നൊലി ഔഖാത്തിന, നമ്മുടെ സമയത്തെ പാഴാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടും അംവാലിന, നമ്മുടെ സമ്പത്തിനെയും ബിസു ഇസ്തിഖ്ദാമി, അത് മോശമായിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ് എസ് ഒക്കെ ഞാൻ വളരെ സ്പീഡിൽ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പരീക്ഷയെന്നും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും എത്ര മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.